നമസ്തേ. ഇന്ന് നമുക്ക് സംഖ്യാപദങ്ങൾ നോക്കാം. സംഖ്യ എണ്ണങ്ങൾ. 1 ഏകം, 2 ദ്വേ, ദ്വേ ദാ ഇവിടെ വ വ ദ്വേ, 3 ത്രീണി, 4 ചത്വാരി, 5 പഞ്ച, 6 ഷഡ്, 7 സപ്ത. എല്ലാം മലയാളത്തിലുള്ള പദങ്ങൾ തന്നെയാണ്. 8 അഷ്ട, 9 നവ, 10 ദശ. ഇനി അക്കങ്ങൾ എങ്ങനെ എഴുതണം കൂടി നമുക്ക് നോക്കാം. സംസ്കൃതത്തിൽ വളരെ സിമ്പിളാണ്. ഇങ്ങനെ എഴുതിട്ട് ഇങ്ങനെ ഇടുക. 1 നമ്മൾ 2 എഴുതില്ലേ, 2 ഇത്തിരി നീട്ടുക. 2 എഴുതിട്ട് അത് മുകളിലും കൂടി താഴെയും ചേർത്തിട്ട് വലിക്കുക. അപ്പോൾ അത് നീണ്ടു വരും. എന്നിട്ട് അതിനൊരു ചുഴി കൊടുക്കുക. ഇതാ ഒരു ചുഴി. ഈ നമ്മുടെ ടോം ആൻഡ് ജെറിയിൽ സീരിയലൊക്കെ കാണുമല്ലോ. ടോം ആൻഡ് ജെറിയിൽ അവർ തമ്മിൽ ഇങ്ങനെ വഴക്ക് കൂടുമ്പോൾ ഒരു ഹാമർ ചുറ്റിയിലെടുത്തിട്ട് ഇങ്ങനെ അടിക്കും. എന്നിട്ട് അതിനിങ്ങനെ നീട്ടി പിടിക്കുമല്ലോ. എന്നിട്ട് ഒരടി, ചെവിയിലൊരടി. അതുപോലെ ഇനി രണ്ടാമത്തേന് 2 നമ്മൾ എഴുതുന്ന പോലെ തന്നെയാണ്. ഇതാ ഇങ്ങനെ. ഇംഗ്ലീഷിലാണല്ലോ. മലയാളത്തിലുള്ള അക്കങ്ങൾ എനിക്കും അറിയില്ല. മലയാളത്തിലും അക്കങ്ങൾ എഴുതുമല്ലോ. പക്ഷെ ഇപ്പം ആരാ മലയാളത്തിലും അക്കങ്ങൾ അറിയാം? കലണ്ടറിൽ നമ്മൾ ഇംഗ്ലീഷാണല്ലോ. 2 പഞ്ചാംഗത്തിലുണ്ട്. ശരിയാ. ത്രീണി 3 നമ്മുടെ 3 പോലെ തന്നെയാണ്. പക്ഷെ അതിനും താഴെ ഒരു ചുഴി ഇങ്ങനെ. ത്രീണി. ചത്വാരി, അതിന് ചിലർ 4 എഴുതുന്ന പോലെയാണ്. ഇങ്ങനെ എഴുതുക. അതങ്ങനെ. മാല ഇങ്ങനെ 4. 5 ഇങ്ങനെ. 5 ചിലരിങ്ങനെ എഴുതുമല്ലോ അല്ലേ. ഇങ്ങനെ എഴുതിട്ട് ഇങ്ങനെ 5. 6 3 തിരിക്കുക. 3 തിരിച്ചെഴുതുക. അതാണ് 6. 3 തിരിച്ചെഴുതുക. സപ്ത ഉള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണല്ലോ എഴുതുക. അതിന് ഇപ്പം നമ്മൾ 1 മുകളിൽ നിന്നും താഴെ നിന്ന് വലിച്ചുവല്ലോ. ഇതിന് സൈഡിൽ നിന്ന് ഇത്തിരി വലിക്കുക. എന്നിട്ട് ഇവിടെ ഒരു ചുഴി കൊടുക്കുക. അതായത് ഇങ്ങനെ എഴുതിയിട്ട് ഒരു ചുഴി. ഇതിനിങ്ങനെ വളവളാന്ന് എഴുതുക. ബ്ലൂ ബ്ലൂ ബ്ലീ ബ്ലീന്ന് എഴുതുക. എന്നിട്ട് മുകളിൽ ഒരു ചുഴി കൊടുക്കുക. അതാ ഇങ്ങനെ എഴുതുക. അല്ല, പാഞ്ച് ഇങ്ങനെയാണല്ലോ എഴുതുന്നത്. പഞ്ച ഇത് ഇങ്ങനെ എഴുതിട്ട് ഇങ്ങനെ. സപ്ത. അഷ്ടയ്ക്ക് നമ്മൾ 8 ഇങ്ങനെയല്ലേ എഴുതുക. അതിന് ഇതാ ഇത്രയും മാച്ച് കഴിഞ്ഞാൽ ഇതാകും 8. സിമ്പിളാണ്. പക്ഷെ നമ്മൾ 8 എഴുതി പഴക്കമാണ്. അതുകൊണ്ട് നമ്മൾ സിമ്പിളായിട്ടുള്ളത് കഷ്ടമായിട്ട് തോന്നും അല്ലേ. 8 എങ്ങനെയാണ് ഒന്നുകൂടി എഴുതി കാണിക്കാം. ദാ ചുമ്മാ ഇങ്ങനെ ഇട്ടാൽ മതി. ഇതാ ഇങ്ങനെ 8. 9 നമ്മുടെ 9 നേരെ ഓപ്പോസിറ്റ് എഴുതണം. ചില കുട്ടികൾക്ക് ആദ്യം പഠിക്കുമ്പോൾ ചില അക്ഷരങ്ങൾ അവർ തിരിച്ചാണല്ലോ എഴുതുക. അതിൻ്റെ കഷ്ടപ്പെട്ട അമ്മമാർക്ക് ഇങ്ങനെ മാറ്റേണ്ടി വരുമല്ലോ. അതുപോലെ 9 ഇങ്ങനെയല്ലേ 9. ഇതിങ്ങനെ തിരിച്ച് എഴുതുക. അതായത് ഇത് ഇങ്ങനെ എഴുതുന്നതിന് വരം കുറച്ച് തിരിച്ചിട്ട് ഇങ്ങനെ ചരിച്ച് എഴുതുക. അതും വളഞ്ഞ് ഒടിഞ്ഞിരിക്കുകയാണ്. ഈസി ചെയർ പോലെ. ഈസി ചെയർ ഓർത്താൽ മതി. ഈസി ചെയറിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഒരാളുടെ തല മാത്രമുണ്ട്. ഇത്രയും ഓർത്താൽ മതി. ബാക്കിയൊക്കെ എളുപ്പമാണ്. 10 എഴുതാൻ എങ്ങനെ എഴുതും? ഈ 1 കൂടെ ചേർത്ത് ഒരു 0. 0ത്തിന് മാത്രം 0 മാത്രം. അപ്പോൾ 0 എല്ലായിടത്തും 0 ആയിരിക്കും. അതുകൊണ്ട് 0 എപ്പോഴും 0. ഇങ്ങനെ 1 ഇട്ടിട്ട് 0. 10. ഏകം, ദ്വേ, ത്രീണി,
ചത്വാരി പഞ്ച ഷഡ് സപ്ത അഷ്ട നവ ദശ. ഇപ്പം എത്രയാണ് അക്കങ്ങൾ? ബാക്കിയുള്ളത് നമുക്ക് പിന്നീട് പഠിക്കാം. ഇനി ഞാൻ അപ്പുറത്തും കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ പദം നമ്മൾ കണ്ടിട്ടുണ്ടാവും, വിഭക്തി. നമ്മൾ കുറേ ക്ലാസ്സിന് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു വിഭക്തി. അപ്പോൾ ഏത് പദമാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും വിശേഷണവും. എല്ലാ ഭാഷകളിലും വിശേഷണങ്ങളുണ്ടല്ലോ. വിശേഷണങ്ങൾ എങ്ങനെയിരിക്കും? എങ്ങനെയാണോ അതിനെ വിശേഷണം ആരെയാണോ സൂചിപ്പിക്കുന്നത് അതിനനുസരിച്ചിരിക്കും വിശേഷണം. ഇപ്പോൾ ബാലഹ, രാമഹ, കൃഷ്ണഹ. ഇപ്പോൾ രാമന് എങ്ങനെയാണോ, രാമൻ അകാരാന്ത പുല്ലിംഗ ശബ്ദമാണല്ലോ രാമഹ. ഇപ്പോൾ രാമൻ സുന്ദരനാണ് എന്ന് പറയണമെങ്കിൽ ആ ശബ്ദവും അകാരാന്ത പുല്ലിംഗമായിരിക്കണം. അകാരാന്തമല്ല, അതിൻ്റെ പുല്ലിംഗമായിരിക്കണം. സുന്ദരഹ രാമഹ. സീത ആണെങ്കിലോ സുന്ദരി സീത. ഇപ്പം സീത ആകാരാന്ത ശബ്ദമാണ്, പക്ഷെ സുന്ദരി ഈ കാരാന്താണല്ലോ. പക്ഷെ അതങ്ങനെയാണ്, സുന്ദരി സീത. അതുപോലെ നമ്മൾ വിഭക്തി, നമ്മൾ പല പല വിഭക്തികൾ പഠിക്കാൻ പോവാണ്. അപ്പം ഒന്നാമത്തെ വിഭക്തി, രണ്ടാമത്തെ വിഭക്തി, മൂന്നാമത്തെ വിഭക്തി, നാലാമത്തെ, അഞ്ചാമത്തെ, ആറാമത്തെ, ഏഴാമത്തെ, 7 വിഭക്തികളുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ കുറേയൊക്കെ കണ്ടു കഴിഞ്ഞു. അതിന് പേര് മാത്രമേ കണ്ടിട്ടില്ല, അല്ലാതെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഒന്നാമത്തെ വിഭക്തി, ഏകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന്. ഒന്നാമത്തെ എന്ന് പറയാൻ പ്രഥമ. ഒന്നാമത്തെ, രണ്ടിനും വ്യത്യാസം. ഇത് ഒന്ന്, അത് ഒന്നാമത്തെ. പക്ഷെ വിഭക്തി സ്ത്രീലിംഗമായതുകൊണ്ട് ഇത് പ്രഥമ. സുന്ദരി സീത പോലെ പ്രഥമ. നമ്മൾ പറയുമല്ലോ തിഥി പറയില്ലേ, പ്രഥമാ തിഥി. ഇന്നെന്താണ്? ഷഷ്ടി. ഇന്ന് സപ്തമി. ഇന്നലെ രഥസപ്തമി ആയിരുന്നുവല്ലോ, സൂര്യന് പ്രാധാന്യമുള്ള ദിവസം. അതേപോലെ പ്രഥമ ഒന്നാമത്തത്, രണ്ടാമത്തത് ദ്വിതീയ, തൃതീയ, ചതുർത്ഥി നാലാമത്തെ, പഞ്ചമി അഞ്ചാമത്തെ. പഞ്ചമി എന്ന് പേരിടും അല്ലേ ആളുകൾക്ക്. പക്ഷെ എന്താ അർത്ഥം അഞ്ചാമത്തെ? എന്താ അർത്ഥം? അപ്പോ ഉണ്ടല്ലേ, അഞ്ചാമത് ഉണ്ടായത്. അങ്ങനെ പേരിടാം അല്ലേ. ശരിയാണ്. പ്രഥമ, പ്രഥമൻ, ദ്വിതീയൻ, തൃതീയൻ, ചതുർത്ഥൻ, അങ്ങനെ പേരിടാം അല്ലേ. അതെന്താ? പഞ്ചമി. ഷഷ്ടി എന്നാരും പേരിടാനല്ലോ ഇല്ലല്ലോ. അതിന് പഞ്ചമി മാത്രം എന്താണാവോ കണ്ടുപിടിക്കണോ? അത് ചർച്ചാ വിഷയമാക്കാം. PhD. സപ്തമി ഏഴാമത്തെ, അഷ്ടമി എട്ടാമത്തെ, നവമി, നവമി എന്നും പേരിടാറുണ്ട്. നവമി. അഷ്ടമി എന്നും ഉണ്ടോ അല്ലേ? അഷ്ടമി, അഷ്ടമി പേരുണ്ട്. അതെ. നവമി, ദശമി പത്താമത്തെ. അപ്പൊ വിഭക്തികൾക്ക് നമുക്ക് വിഭക്തികൾ 7 വരെയാണ് ഉള്ളത്, സപ്തമി വരെ. പ്രഥമ വിഭക്തി, ദ്വിതീയ വിഭക്തി, തൃതീയ വിഭക്തി, ചതുർത്ഥി വിഭക്തി, പഞ്ചമി വിഭക്തി, ഷഷ്ടി വിഭക്തി, സപ്തമി വിഭക്തി. അപ്പം അതിലേക്ക് പോകുന്നതിന് മുൻപ് ഈ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കഥ കാണാം. ഈ കഥ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അപ്പം അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. കഥയുടെ പേര് സൗന്ദര്യ സ്പർദ്ധ. എന്താണ് സ്പർദ്ധ? അസൂയ അല്ലെങ്കിൽ കോമ്പറ്റീഷൻ, മത്സരം. മത്സരം, സൗന്ദര്യ മത്സരം. സൗന്ദര്യ മത്സരം. ആരാണ് മത്സരം ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. രംഗം എന്താണ്? ഈ ഡ്രാമയൊക്കെ തുടങ്ങുമ്പോൾ ആദ്യം രംഗം എന്ന് പറയുമല്ലോ, കർട്ടനൊക്കെ ഇട്ടിട്ട് ഇതെങ്ങനെയാണ് രംഗം. അപ്പം രംഗം സമുദ്ര. സമുദ്രമാണ് രംഗം, സമുദ്ര. നമുക്ക് ഇതിലുള്ള പദങ്ങൾ, ക്രിയാപദങ്ങൾ വരുമ്പോൾ നമുക്ക് എഴുതിയെടുക്കാം. അപ്പോൾ പുതിയ പുതിയ ക്രിയാപദങ്ങൾ നമുക്ക് പഠിക്കാം. ക്രിയാപദങ്ങളും അവ്യയങ്ങളും പഠിക്കാം. നമ്മൾ ആദ്യത്തെ കുറേ ക്ലാസ്സിന് മുമ്പ് നമ്മൾ കണ്ടായിരുന്നു, ശബ്ദപ്രപഞ്ചം 3ആയിട്ട് തിരിക്കുകയാണെങ്കിൽ ഒന്നാമത്തത് നാമപദം, രണ്ടാമത്തത് ക്രിയാപദം, മൂന്നാമത്തത് അവ്യയം. ഈ ഇതിൽ വരുന്ന പഠിക്കാം. സമുദ്ര, തത്ര, അവിടെ, ആദ്യം മുഴുവൻ സെന്റൻസ് വായിക്കാം. തത്ര വിഭിന്നാഹ മത്സ്യാഹ ജീവന്തി. അവിടെ വിവിധതരം മത്സ്യങ്ങൾ ജീവിക്കുന്നു. ജീവന്തി കണ്ടോ, മത്സ്യാഹ ജീവന്തി. ജീവന്തി. എന്തുകൊണ്ട് ജീവന്തി വന്നു?
ആ മത്സ്യാഹ. ഇനി ഒരു അവ്യയമുണ്ട് ഇവിടെ, ഏതാണ്? തത്ര, അവിടെ, അവിടെ. അടുത്ത സെന്റൻസ് മുഴുവനായിട്ട് വായിക്കാം, അത് കഴിഞ്ഞ് അർത്ഥം പറയാം. ഗംഗായാഹ മത്സ്യാഹ യമുനായാഹ മത്സ്യാഹ ച ഏകദാ പരസ്പരം മിലന്തി. ഗംഗയുടെ മത്സ്യവും യമുനയുടെ മത്സ്യവും ഒരിക്കൽ ഒരുമിച്ച് കണ്ടുമുട്ടി. അപ്പൊ ഇതില് ഗംഗായാഹ ഗംഗയുടെ, മത്സ്യാഹ യമുനായാഹ യമുനയിലെ മത്സ്യങ്ങള്, ച ച കൂടെ, ഔർ എന്ന് പറയുമല്ലോ, ആൻഡ്, അതും ഒരു അവ്യയമാണ്. ച പരസ്പരം മിലന്തി, മിലന്തി എന്നുള്ളൊരു ക്രിയാപദം. മിലന്തി. ശരി, എന്താ അപ്പോ പരസ്പരം കാണുമ്പോൾ എന്താ ചെയ്യാ നമ്മള്? വിഷയം അല്ലെ, ചോദിക്കും, അങ്ങനെ എന്ത് സുഖമാണോ? തേ കുശല പ്രശ്നം കുറുവന്തി. കുശല പ്രശ്നം ചെയ്യുന്നു. തേന അവര്, കുശല പ്രശ്നം, കുറുവന്തി. അപ്പൊ കുറുവന്തി ഇതെല്ലാം വർത്തമാനകാല ക്രിയകളാണ്. കുറുവന്തി ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? കുശല പ്രശ്നം കുറുവന്തി. കുശല പ്രശ്നം നടന്നു കഴിഞ്ഞാലേ കുറച്ച് സമയം കഴിയുമ്പോൾ എന്താവും? ബോറടിക്കും, അല്ലെങ്കിൽ അടിപിടി ഉണ്ടാവും അല്ലെ. അപ്പം കിഞ്ചിത് സമയാനന്തരം കോലാഹലഃ ഭവതി. കിഞ്ചിത് കുറച്ച്, സമയാനന്തരം സമയാനന്തരം, കോലാഹലഃ കോലാഹലം, ഭവതി ഭവിക്കുന്നു, വർത്തമാനകാലം ഭവതി. ഭവതി. നമ്മുടെ ഭാഗവതത്തില് വളകളുടെ ഉദാഹരണം വരുന്നുണ്ടല്ലോ. ഒരുപാട് വളകൾ ഉണ്ടെങ്കിൽ പ്രശ്നം വരുമല്ലോ. അതുകൊണ്ട് വളയെ ഒന്നൊന്നായിട്ട് മാറ്റിയല്ലോ ആ പെൺകുട്ടി. ബാലിക, കുമാരി, കുമാരി. കിം കാരണം? എന്താ കാരണം കോലാഹലത്തിന്? മത്സ്യാഹ സൗന്ദര്യ വിഷയെ ചർച്ചാം കുർവന്തി. മത്സ്യങ്ങൾ സൗന്ദര്യ വിഷയത്തിൽ ചർച്ചാം കുർവന്തി, ചർച്ച ചെയ്യുന്നു. കുർവന്തി നമ്മൾ എഴുതി. സ്വസൗന്ദര്യ വിഷയെ മത്സ്യാഹ വദന്തി. സ്വന്തം സൗന്ദര്യ വിഷയത്തിൽ മത്സ്യങ്ങൾ വദന്തി പറയുന്നു. സ്വസൗന്ദര്യ വിഷയെ മത്സ്യാഹ വദന്തി. അപ്പോ വദന്തി പറയുന്നു, വദന്തി, അതും ബഹുവചനമാണ്. വദന്തി പറയുന്നു. ഏകഹ വദതി, ഒന്ന് പറയുന്നു, ഒരു മത്സ്യം. വദതി മമ വർണ്ണഃ സുവർണഃ. എൻ്റെ വർണ്ണം സുവർണമാണ്, സ്വർണ്ണ നിറമാണ്. മമ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ. മമ സദൃശം സൗന്ദര്യം നാസ്തി. എന്നെ പോലെ ആർക്കും ഇല്ല. നാസ്തി ഇല്ല, എന്തില്ല? സൗന്ദര്യം. ആരെ പോലെ? മമ സദൃശം, എന്നെ പോലുള്ള സൗന്ദര്യം ഇല്ല. ദ്വിതീയ വദതി. ദ്വിതീയ നമ്മൾ പഠിച്ചില്ലേ, ദ്വിതീയ വിഭക്തി. ഇപ്പൊ രണ്ടാമത്തേത് പറഞ്ഞു. ആദ്യത് ഒന്നാമത്തെ പറഞ്ഞില്ല, ഒന്ന് പറഞ്ഞു. ഒന്ന് പറയുമ്പോഴേ അടുത്തൊക്കെ പറയുള്ളൂ, അല്ലെങ്കിൽ എല്ലാവരും മിണ്ടാതിരിക്കും. അപ്പൊ ആദ്യം ആരെങ്കിലും ട്രിഗർ ചെയ്ത് കൊടുക്കണമല്ലോ. ഇപ്പൊ ദ്വിതീയ വദതി മമ പുച്ഛം കിയത് വിശാലം വർണ്ണയുക്തം ച അസ്തി. എൻ്റെ വാല്, മമ പുച്ഛം, എൻ്റെ വാല്, കിയത് വിശാലം, നല്ല വിശാലമാണ്. പിന്നീടോ വർണ്ണയുക്തം ച അസ്തി, വർണ്ണത്തോട്, നല്ല വർണ്ണങ്ങളോട് കൂടിയതാണ്. അസ്തി, അസ്തി എന്നുള്ള ക്രിയാപദം ഉണ്ട്. അതുകൊണ്ട് എന്താണ്? അഹമേവ അധിക സുന്ദരഃ. അതുകൊണ്ട് ഏറ്റവും സുന്ദരൻ. അഹം ഏവ, ഞാൻ തന്നെ, അധിക സുന്ദരഃ, നല്ല സുന്ദരൻ, അധികം സുന്ദരമുള്ളവൻ. ശരി, അപ്പൊ മൂന്നാമത്തേത് വന്നു. എന്താണ് മൂന്നാമത്തേതിന് എന്ത് പറയും നമ്മള്? മൂന്നാമത്തേത് തൃതീയഃ വദതി. മൂന്നാമത്തേത് പറഞ്ഞു. എന്താണ്?
മമ നേത്ര സൗന്ദര്യം അവർണ്ണനീയം. എൻ്റെ കണ്ണിൻ്റെ സൗന്ദര്യം അവർണ്ണനീയമാണ്, വർണ്ണിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അഹമേവ സുന്ദരഃ, ഞാനാണ് സുന്ദരൻ. അപരഃ വദതി, അപരൻ വേറൊരാള് വദതി പറയുന്നു, മമ ശരീരസ്യ വർണ്ണവൈവിധ്യം അത്യന്തം സുന്ദരം. എൻ്റെ ശരീരത്തിൻ്റെ വർണ്ണവൈവിധ്യം പല പല മൾട്ടി കളറാണ്, അത്യന്തം സുന്ദരം. അഹമേവ സുന്ദരഃ, ഞാൻ തന്നെയാണ് സുന്ദരൻ. ഇതി ഇതി, ഇപ്രകാരം. ഇതി എന്നുള്ളതും അവ്യയത്തിൽ വരും. ഇപ്രകാരം. ഇതി ഏവം മത്സ്യാഹ പരസ്പരം സ്പർധാം കുർവന്തി. ഏവ എന്നുള്ള പദം നമ്മൾ വിട്ടുപോയി. ഏവ അതും അവ്യയമാണ്. ഏവ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ, അഹമേവ സുന്ദരൻ, ഞാൻ തന്നെയാണ് സുന്ദരൻ. ഏവം എന്നുള്ളതുണ്ട്. ഇപ്രകാരം, ഇപ്രകാരം. ഏവം ഏവം മത്സ്യാഹ പരസ്പരം സ്പർധാം കുർവന്തി. ഇപ്രകാരം മത്സ്യങ്ങൾ പരസ്പരം മത്സരം തുടങ്ങി ചെയ്യുന്നു. തഥാ, ഇനിയാണ് നമ്മുടെ ഹീറോ വരാൻ പോകുന്നത്. ഇവിടെ നല്ല രസമാണ്. ആരായിരിക്കും ഹീറോ? ഗസ് ചെയ്യാൻ പറ്റുമോ? തിമിംഗിലം. കൊക്ക് അല്ല, മത്സ്യറാണിയല്ല. സൗന്ദര്യം, അദ്ദേഹത്തിന് നോക്കിക്കഴിഞ്ഞാൽ സൗന്ദര്യമേ ഇല്ല, അങ്ങനെയുള്ള ആളാണ് വരാൻ പോകുന്നത്. മത്സ്യത്തെ പിടിക്കുന്ന ആള് അല്ല, കൊക്ക് പിടിക്കും. പക്ഷെ ഞാൻ പറയാം, തഥാ കശ്ചന കൂർമഃ തത്ര ആഗച്ഛതി. തഥാ അപ്പോൾ, തഥാ അവ്യയം. തഥാ അപ്പോൾ, തഥാ കശ്ചന ഏതോ ഒരു കൂർമഃ, കൂർമ്മം തത്ര അവിടെ, ആഗച്ഛതി. അപ്പൊ തത്ര അവ്യയം, തത്ര അവിടെ, തത്ര ഇതി അല്ലെ. ആഗച്ഛതി ക്രിയാപദം വരുന്നു. ആഗച്ഛതി വരുന്നു. മത്സ്യാഹ കൂർമ്മം പൃച്ഛന്തി. മത്സ്യങ്ങൾ കൂർമ്മത്തിനോട് ചോദിക്കുന്നു. കൂർമഃ കൂർമ്മം, രാമഃ രാമം. കൂർമഃ കൂർമ്മം, കൂർമ്മത്തിനോട് പൃച്ഛന്തി ചോദിക്കുന്നു. പൃച്ഛന്തി. പൃച്ഛന്തി. ഭവാൻ നിർണയം കരോതു കഹ അധികം സുന്ദരഃ. കൂർമ്മത്തിനോട് മത്സ്യങ്ങൾ ചോദിക്കുകയാണ്, എന്താണ്? അങ്ങ് നിർണയിക്കൂ. ഭവാൻ നമ്മൾ കണ്ടുവല്ലോ, ഭവാൻ അങ്ങ് നിർണയം കരോതു, നിർണയം ചെയ്താലും. കരോതു ചെയ്താലും, തു കരോതു ചെയ്താലും, എന്ത് ചെയ്താലും? നിർണയം കരോതു, നിർണയം ചെയ്താലും. എന്ത് നിർണയം ചെയ്താലും? കഹ അധികം സുന്ദരഃ. കഹ ആരാണ് അധികം സുന്ദരൻ എന്ന്. അപ്പൊ കൂർമഃ ചിന്തയതി, കൂർമ്മം ചിന്തിക്കുന്നു. അപ്പൊ ചിന്തയതി. അനന്തരം വദതി. അതിനുശേഷം വദതി. വദതി എഴുതുമോ നമ്മള്? വദന്തി എഴുതി. വദതി പറയുന്നു. എന്താണ് കൂർമ്മം പറയാൻ പോകുന്നത്? അതാണ് ഹീറോയിന്റെ സ്റ്റേറ്റ്മെന്റ്. മമ സദൃശം സൗന്ദര്യം കസ്യപി നാസ്തി അതഃ അഹമേവ സൗന്ദര്യ നിർണയാർത്ഥം യോഗ്യഃ ഇതി. മനസ്സിലായോ? എന്താ പറഞ്ഞേ? മമ സദൃശം, എന്നെ പോലെ, സദൃശം പോലെ, സൗന്ദര്യം, സൗന്ദര്യം കസ്യപി ആർക്കും നാസ്തി ഇല്ല. അതുകൊണ്ടാണ്, അതഃ അതുകൊണ്ട്, അഹമേവ ഞാൻ തന്നെ, സൗന്ദര്യ നിർണയാർത്ഥം സൗന്ദര്യം നിർണയിക്കാൻ യോഗ്യഃ ഇതി യോഗ്യൻ ആകുന്നു. കൂർമ്മസ്യ വചനം മത്സ്യാഹ ശൃണ്വന്തി. കൂർമ്മത്തിന്റെ, കൂർമ്മസ്യ നമ്മൾ കണ്ടുല്ലോ, രാമസ്യ,
കൂർമ്മത്തിന്റെ വചനം വചനത്തെ മത്സ്യാഹ ശൃണ്വന്തി കേൾക്കുന്നു. ശൃണ്വന്തി ശൃണ്വന്തി കേൾക്കുന്നു. ശൃണ്വന്തി. അപി അവ്യയമാണ്. അപി നമ്മൾ എഴുതിയില്ലല്ലോ. അതഹ അതുകൊണ്ട്, അപി കൂടെ. അപ്പൊ കൂർമ്മം എന്താ പറഞ്ഞ്? ഞാൻ എന്നോടാണല്ലോ നിങ്ങൾ നിർണയിക്കാൻ പറഞ്ഞത്. അപ്പൊ നിർണയിക്കുന്ന ആള് ഉള്ളവരെക്കാട്ടിലും കൂടുതൽ സൗന്ദര്യം ആയിരിക്കണമല്ലോ. അങ്ങനെ കൂർമ്മം പറഞ്ഞു. അപ്പൊ കൂർമ്മസ്യ വചനം മത്സ്യാഹ ശൃണ്വന്തി തേ ഹസന്തി. അവരെന്ത് ചെയ്യുന്നു? ചിരിക്കുന്നു. ഹസന്തി എഴുതിയിട്ടില്ലല്ലോ. ഹസന്തി. ഹസന്തി ചിരിക്കുന്നു. കൂർമ്മസ്യ വിരൂപതാം പശ്യന്തി. കൂർമ്മസ്യ കൂർമ്മത്തിന്റെ, രാമസ്യ കൃഷ്ണസ്യ, കൂർമ്മത്തിന്റെ വിരൂപതാം വിരൂപതയെ പശ്യന്തി കാണുന്നു. പശ്യന്തി എഴുതിയായിരുന്നു നമ്മള്. പശ്യന്തി കാണുന്നു. അനന്തരം കലഹനിമിത്തം ലജ്ജിതാഹ ഭവന്തി. അതിനുശേഷം അനന്തരം കലഹനിമിത്തം, കലഹം കാരണം അവരെന്തായി? ലജ്ജിതാഹ ഭവന്തി. അവർക്ക് ലജ്ജ തോന്നി. അയ്യേ, നമ്മൾ എന്തിനാ ഇങ്ങനെ വഴക്കൊക്കെ കൂടുന്നേ? ഭവന്തി എഴുതിയായിരുന്നോ നമ്മള്? ഭവതി എഴുതി. ഭവന്തി അതിന്റെ ബഹുവചനമാണല്ലോ. ഭവന്തി. നമുക്ക് കുറെ പാഠങ്ങളൊക്കെ പഠിക്കാനുണ്ടല്ലേ. മത്സ്യങ്ങളിൽ നിന്നും കൂർമ്മത്തിൽ നിന്നും. കൂർമ്മം വന്നിട്ട് അതിന്റെ ക്രക്സ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി. അതാണ് സൗന്ദര്യ സ്പർദ്ധ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.